എക്സാമ്പിൾസും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ആണ് സീറോ കണ്ടീഷണൽ. സീറോ കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്സ്. ഐസ് ചൂടാക്കുകയാണെങ്കിൽ അത് ഉരുകും. ഇഫ് ഐസ് മെൽറ്റ്സ് ഇറ്റ് ബിക്കംസ് വാട്ടർ. ഐസ് ഉരുകുമ്പോൾ അല്ലെങ്കിൽ അലിയുമ്പോൾ വെള്ളമാകുന്നു. ഇഫ് പ്ലാന്റ്സ് ഡോണ്ട് ഗെറ്റ് വാട്ടർ ഇറ്റ് ഡൈസ്. ചെടികൾക്ക് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അത് പാടിപ്പോകുന്നു അല്ലെങ്കിൽ ഇല്ലാതാവുന്നു. ഇഫ് ദ സൺ സെറ്റ്സ് ഇറ്റ് ഗെറ്റ്സ് ഡാർക്ക്. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇരുട്ടാവുന്നു. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ. കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുകയാണെങ്കിൽ കരയുന്നു. ഇഫ് യു ഡോണ്ട് ഡ്രിങ്ക് വാട്ടർ യു ഗെറ്റ് തേഴ്സ്റ്റി. നീ വെള്ളം കുടിക്കുന്നില്ല എങ്കിൽ നിനക്ക് ദാഹം അനുഭവപ്പെടും. ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രൗണ്ട് ഗെറ്റ്സ് വെറ്റ്. മഴ പെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് നനയാം. അപ്പോൾ സീറോ കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് പൊതുവായ സത്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഫാക്ട്സുകളെ കുറിച്ച് ആണ്. സീറോ കണ്ടീഷണൽ സെന്റൻസുകളുടെ സ്ട്രക്ചർ വരുന്നത് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് കോമ വീണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. അടുത്തതാണ് ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസുകൾ. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് സാധ്യതയുള്ള അല്ലെങ്കിൽ ഇമാജിനറി അല്ലാത്ത റിയൽ ആയിട്ടുള്ള കണ്ടീഷനെയും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടിനെ അല്ലെങ്കിൽ ഔട്ട്കമ്മിനെ കുറിച്ച് ആണ്. ആദ്യത്തെ എക്സാമ്പിൾ ആണ് ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ പാസ് ദ എക്സാം. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എക്സാമിൽ നീ പാസ്സാവും. ഇഫ് യു ഡോണ്ട് ഹറി യു വിൽ മിസ് ദ ഫ്ലൈറ്റ്. നീ വേഗത്തിൽ അല്ലെങ്കിൽ തിടുക്കത്തിൽ പോയിട്ടില്ലെങ്കിൽ ആ ഒരു ഫ്ലൈറ്റ് മിസ്സാവും. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ സ്റ്റേ ഹോം. നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കും. ഫസ്റ്റ് കണ്ടീഷണലിന്റെ സ്ട്രക്ചർ വരുന്നത് ഇഫ് പ്ലസ് സിമ്പിൾ പ്രസന്റ് പ്ലസ് വിൽ പ്ലസ് വെർബ് ആണ്. മൂന്നാമത്തെ കണ്ടീഷണലാണ് സെക്കൻഡ് കണ്ടീഷണൽ. സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസുകളിൽ പറയുന്നത് സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കല്പങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ്. അത് പ്രസന്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഉള്ള കാര്യങ്ങളാവാം. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. എനിക്ക് ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഞാൻ ലോകം മൊത്തം ട്രാവൽ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ലോട്ടറി അടിക്കുക എന്നുള്ള കാര്യം നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ലോകം മൊത്തം ട്രാവൽ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു റിയൽ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും അതിന്റെ ഔട്ട്കമ്മിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. ഇഫ് ഐ ഹാഡ് മോർ മണി ഐ വുഡ് ബൈ എ ബിഗ് അപ്പാർട്ട്മെന്റ്. ഇഫ് ഐ വേർ യു ഐ വുഡ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഇപ്പോൾ നീ ഞാനായിരുന്നെങ്കിൽ ഞാൻ സ്മോക്കിംഗ് ഉപേക്ഷിക്കുമായിരുന്നു. സെക്കൻഡ് കണ്ടീഷണലിന്റെ സ്ട്രക്ചർ വരുന്നത് ഇഫ് പ്ലസ്